മലയാളത്തിൽ വിവിധ ചാനലുകളായി നിരവധി റിയാലിറ്റി ഷോകൾ നടക്കുന്നുണ്ട്. അടുത്തത് സീരിയലുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കാഴ്ചക്കാരെ റിയാലിറ്റി ഷോയ്ക്ക് ലഭിക്കുന്നുമുണ്ട്. സംഗീതം, നൃത്തം, അറിവ്, ഗെയിംസ്, കോമഡി എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഏറെയും റിയാലിറ്റി ഷോകൾ. റിയാലിറ്റി ഷോയുടെ ഭാഗമായതിനു ശേഷം സിനിമയിലേക്കും സീരിയലിലേക്കും അവസരം ലഭിച്ചത് നിരവധി പേരാണ്. അതുകൊണ്ട് തന്നെ തങ്ങളിലേക്ക് ഉള്ളിലെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ടെലിവിഷൻ വലിയ അവസരം കിട്ടുമ്പോൾ ആളുകൾ അത് പ്രചോദനപ്പെടുത്തും. കേരളത്തിൽ ഭൂരിഭാഗം ആളുകളും സിനിമയും സീരിയലും സ്വപ്നം കാണുന്നവരാണ്. എന്നാൽ ആളുകൾ ഇത്തരം ആഗ്രഹങ്ങൾ റിയാലിറ്റി ഷോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ചൂഷണം ചെയ്യുന്നുണ്ടോ? ഇപ്പോഴിതാ കേരളത്തിൽ ഏറെ പ്രചാരമുള്ള ഒരു ടിവി ഷോയുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമാകുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണ്. ഒരു ചിരി, ഇടിച്ചിരി, ബമ്പർ ചിരി എന്ന റിയാലിറ്റി ഷോയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ്. സോഷ്യൽ മീഡിയയിലും ടെലിവിഷനും ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും പ്രിയപ്പെട്ട ടാലന്റ് ഷോ ആണിത്. സ്റ്റാൻഡപ്പ്, സ്കിറ്റുകൾ എന്നിവ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവർക്കാണ് ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി എന്ന ഷോ വലിയ വേദിയാവുന്നത്. സ്റ്റാൻഡപ്പ് സ്കിറ്റുകൾ ഇവയിൽ ഏത് അവതരിപ്പിച്ചാലും അതിന് വിധികർത്താക്കൾ നൽകുന്ന പ്രതികരണത്തിന് അനുസരിച്ചാക്കും സമ്മാനവും. ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് പണമായി സമ്മാനങ്ങൾ നൽകുന്നത്. വേദിയിൽ വെച്ച് തന്നെ ഡമ്മി മണി ഉപയോഗിച്ച് പങ്കെടുക്കുന്ന വ്യക്തിക്ക് സമ്മാനം നൽകുന്നതായി കാണിക്കും. ശേഷം അക്കൗണ്ടിലേക്ക് ഷോയുടെ അണിയറ പ്രവർത്തകർ ട്രാൻസ്ഫർ ചെയ്തു നൽകും. എന്നാൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച സ്കിറ്റിന് ലഭിച്ച സമ്മാനം പോലും ഈ ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരിയിൽ പങ്കെടുത്ത പല മത്സരാർത്ഥികൾക്കും ലഭിച്ചില്ലത്രേ. വിഷയവുമായി ബന്ധപ്പെട്ട ഷോയിലും മത്സരാർത്ഥി ഒരാൾ താൻ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയോടെ റിയാലിറ്റി ഷോയ്ക്ക് പിന്നിൽ നടക്കുന്ന പിന്നാമ്പുറ കളികൾ ചർച്ചയാവുകയാണ്. ഒക്ടോബറിലാണ് ഞാൻ സ്കിറ്റ് ചെയ്തത്. ഇപ്പോൾ 7 മാസമായി. അവരുടെ എഗ്രിമെന്റ് പ്രകാരം സ്കിറ്റ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 90 ദിവസത്തിനകം സമ്മാനത്തുക കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഏകദേശം 120 ദിവസം വരും. 2 തവണ എനിക്ക് 30,000 രൂപയാണ് കിട്ടാനുള്ളത്. ഡിവൈഎസ്പി ഓഫീസിൽ പരാതി നൽകി. പൈസ വരാതിരുന്നപ്പോൾ പലതവണ ചാനലിനെ സമീപിച്ചു. കൃത്യമായി പ്രതികരണം വരാത്തതോടെയാണ് പോലീസിന് പരാതി നൽകിയത്. അതോടെ ഉടൻ ചെക്ക് തന്നു എന്നാണ് പരാതിക്കാരായ മത്സരാർത്ഥി പറഞ്ഞത്. വിഷയത്തിൽ പ്രതികരിച്ച് ബിഗ് ബോസ് താരവും യൂട്യൂബറായ സായി കൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. പിച്ചച്ചട്ടിൽ കൈയിരുന്നു എന്ന പരിപാടിയൊക്കെ ചില ചാനലുകൾ കാണിക്കുന്നെന്നാണ് സായി കൃഷ്ണൻ പറയുന്നത്. ക്രെഡിബിലിറ്റി പ്രേക്ഷകർക്കിടയിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഷോയാണ് ഒരു ചിരി ബമ്പർ ചിരി. ഇപ്പോൾ ആളുകൾ പരാതിയുമായി രംഗത്തെത്താനുള്ള കാരണം സൊസൈറ്റിയിൽ നിന്ന് നിരന്തരമായ സമ്മാനത്തുക ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരിഹാസങ്ങളും വരാൻ തുടങ്ങിയതോടാണ്. പിച്ചച്ചിട്ട് കൈയിട്ട് വാരുന്ന പരിപാടിയൊക്കെ ചില ചാനലുകൾ കാണിക്കും. പറഞ്ഞ പണമൊന്നും അക്കൗണ്ടിൽ വരില്ല. ഇത്തരം ഷോകൾ പെർഫോം ചെയ്ത ഫ്രെയിം കിട്ടുമെന്ന് അല്ലാതെ പറഞ്ഞ പേയ്മെന്റ് അല്ലാതെയും എല്ലാവർക്കും കിട്ടുന്ന ചുരുക്കമാണെന്ന് സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു.